തരൂരിന് ഒന്നും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല, സമയവുമില്ല. ആള് തിരക്കോട് തിരക്കാണ്. വീണ്ടും വിദേശ പര്യടനവുമായി പോവുകയാണ്. ഇവിടുത്തെ ഹൈക്കമാൻഡിനോടോ കേരള നേതൃത്വത്തോടോ ഒന്നും തരൂരിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. തരൂർ പണ്ടേ തിരക്കാണ്. 2009 മുതൽ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം കൂടുതലായിട്ട്. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു പോയാൽ പിന്നെ അദ്ദേഹത്തെ ഇവിടെ കാണാറില്ല കേട്ടോ. തരൂർ ഒരു വിശ്വപൗരനാണ്, ഡൽഹി നായരാണ്, അതൊക്കെ ഞാനും അംഗീകരിക്കുന്നുണ്ട്. യാതൊരു നയതന്ത്ര കാര്യങ്ങളിൽ അദ്ദേഹത്തെ പോലെ നിപുണനായിട്ടുള്ള വേറൊരാളില്ല. നരേന്ദ്രമോദി കണ്ടെത്തിയത് അതുകൊണ്ടാണല്ലോ, അതിലൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിൽ വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിൽ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അദ്ദേഹം വരും, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരും കേട്ടോ, കൃത്യമായിട്ട്. അത് ഞാൻ എപ്പോഴും പറയാറുള്ള, വരുമ്പോൾ ഒരു എടുപ്പ് കുതിരയെ കൊണ്ടുപോകുന്ന പോലെ കുറേ കോൺഗ്രസ്സുകാരിങ്ങനെ കൊണ്ടുപോകുന്ന കാണാം, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊന്നും വിളിച്ചാൽ ആരും ഫോണൊന്നും എടുക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളാരും വിളിക്കാറും ഇല്ലെന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വേറൊരു തരത്തിലാണല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു നഗരത്തിൽ നിന്നൊക്കെ എപ്പോഴും അദ്ദേഹം വിജയിച്ചു പോകുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് പിടി കിട്ടുന്നില്ല. ഇപ്പം ആരൊരാളുണ്ടൻ കുതിരയെ പിടിച്ചു കെട്ടുവാൻ എന്ന് മറ്റേ വയലാർ രാമവർമ്മ ചോദിച്ച പോലെ തരൂർ ഇങ്ങനെ പോവുകയാണ്. ആർക്കെങ്കിലും എന്നെ തൊടാൻ ധൈര്യമുണ്ടോ എന്നുള്ള മട്ടിൽ തരൂർ ഈ കോൺഗ്രസിനൊന്നും വകവയ്ക്കുന്നില്ലെന്നേ. രാഹുൽ ഗാന്ധി, എന്ത് രാഹുൽ ഗാന്ധി? എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇത് പറയുമോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ? ഇവിടുത്തെ കുറെ കോൺഗ്രസ്സുകാരന്മാരില്ലേ, വലിയ മൂത്ത കോൺഗ്രസ്സുകാരില്ലേ, ആരെങ്കിലും പറയൂ രാഹുൽ ഗാന്ധി അടുക്കൽ പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ അറിയത്തുള്ളൂ. ചരിത്രവും അതുപോലെ തന്നെ, അല്ലാതെ വേറൊന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളുമായിട്ട് അടുക്ക പോയി കുറ്റപ്പെടുത്താൻ പറയാം. ഈ ചില പെണ്ണുങ്ങളില്ലേ പണ്ട് കാലത്തെ, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കല്ലോ കേട്ടോ, പണ്ട് കാലത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് പോയി ഒരു നുണ പറയുന്ന, ഇപ്പം അങ്ങനെ നുണ പറയത്തിൽ ആളെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ പലതരത്തിലുള്ള കുടുംബശ്രീ, ഇത് തൊഴിലുറപ്പ് പദ്ധതി, ഈ കാര്യങ്ങൾ നാട്ടിൻ പ്രദേശത്ത് സ്ത്രീകൾ ഈ നുണ പറയാൻ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു രീതിയുണ്ട്. അതിനെ ചൊല്ലി നാട്ടിലൊക്കെ ചെറിയ കലഹം, സൗന്ദര്യപ്പിണക്കം, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെയാണ് ഈ രാഹുൽ ഗാന്ധി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് എതിരെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പോയിരിക്കുന്ന എന്താണ്, വിദേശ പര്യടനത്തിന് വീണ്ടും ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ അല്ലേ. നയതന്ത്ര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയിലേക്കാണെന്നോ, റഷ്യ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നു. അപ്പം നയതന്ത്ര കാര്യങ്ങൾ, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നയതന്ത്ര കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി സംസാരിക്കാൻ തക്ക രീതിയിൽ മോദി കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് കിട്ടുന്ന? അല്ല, അതിന് സർവ്വതാ യോഗ്യനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇനി കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയൊന്നും അല്ല താല്പര്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്കുള്ള സ്ഥാനമാനങ്ങളിലേക്കാണ് തരൂരിൻ്റെ നോട്ടം. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അല്ല, അത് ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ, അതിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തരൂരിൻ്റെ ബയോഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത് തിരുവനന്തപുരത്തെ MP ആണ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ പറയും തരൂരാരാ, തിരുവനന്തപുരത്തിൻ്റെ MP നമ്മളായിരിക്കും പറയുന്നത്. പക്ഷേ ലോകം ഇദ്ദേഹത്തെ അറിയുന്നത് വേറെ തരത്തിലാണ്. ഇദ്ദേഹം വിദേശത്തേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരവും അദ്ദേഹത്തെ ഉള്ള ഒരു വരവേൽപ്പും ഒക്കെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോയപ്പോൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ അനർഗളമായിട്ടിങ്ങനെ ഒഴുകുന്നു, അദ്ദേഹത്തിൻ്റെ വേഷവിധാനം അല്ലേ, എല്ലാം കൊണ്ടും. ഇദ്ദേഹം പ്രഭാഷണത്തിനും മറ്റും പോകാറുണ്ടല്ലോ വിദേശ സർവകലാശാലകളിലൊക്കെ. അദ്ദേഹത്തിന് അതിലൂടെ തന്നെ കിട്ടും വലിയ ധനസമ്പാദനം അതിലൂടെ നേടുന്നുണ്ട്. പിന്നെ പുസ്തകത്തിൻ്റെ റോയൽറ്റി,
പണ സമ്പാദനത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ 70 വയസ്സോളം അടുക്കുകയാണ്, എന്നിട്ടും വളരെ എനർജറ്റിക്കായിട്ട് ഈ വക കാര്യങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇദ്ദേഹത്തിന് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് 2 ആഴ്ച നീളുന്ന പര്യടനത്തിനാണ് പോകുന്നത്. കോൺഗ്രസിന്റെ അനുമതിയൊന്നും ചോദിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് പോയ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്തും കോൺഗ്രസിന്റെ അനുമതി ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഇവിടെ ഇരിക്കാൻ പറയും, ഇവിടില്ല. പാർട്ടിയോട് സർക്കാർ ചോദിച്ചു, കൊടുത്തില്ല. മോദി അല്ലാതെ ഇങ്ങെടുത്തതല്ലേ കാര്യങ്ങൾ. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുത്ത ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരിക്കണമായിരുന്നു. ഇപ്പൊ ഇവരെന്താണെന്ന് അറിയാമോ? കോൺഗ്രസ് നേതാക്കന്മാരോടെല്ലാം പറഞ്ഞിരിക്കുക, ഒന്നും മിണ്ടരുത്, തരൂരിന് ഒന്നും പ്രകോപിപ്പിക്കരുത്, മിണ്ടാതിരുന്നോളുക എന്ന്. പക്ഷെ തരൂർ ഇവരെ പ്രകോപിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതിനപ്പുറം നിൽക്കുന്ന ഒരാളാണ്. ഈ 2024 തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, പലയിടങ്ങളിലായിട്ട് പറഞ്ഞു, ഞാൻ ഇനിയില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, ഈ മല്ലികാർജുൻ ഖാർഗെ ആ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ മാറ്റി തരൂരിനെ അവിടെ പ്രതിഷ്ഠിക്കുക. തരൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പാർലമെന്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 സീറ്റ് കൂടുതൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാമായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നു നമുക്കറിയാം. മല്ലികാർജുൻ ഖാർഗെയെ എടുക്കുന്നതിന് മുമ്പ് ഇവർ നോട്ടമിട്ടിരുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെയാണ്. അശോക് ഗെഹ്ലോട്ട് ആണെങ്കിൽ ഇതുപോലെ നിന്നോളൂ. പക്ഷേ അശോക് ഗെഹ്ലോട്ടിന് അപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനവും വേണം, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും വേണം, രണ്ടും കൂടെ വേണം. അങ്ങനെയാണ് തിരിച്ചങ്ങ് പറഞ്ഞു വിട്ടത്. അശോക് ഗെഹ്ലോട്ടിനെ ഇരുത്തിയിരുന്നെങ്കിലും ഇവരുടെ നിയന്ത്രണമല്ല, ഒന്നുകൂടെ നമ്മൾ കൃത്യമായി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോണിയാഗാന്ധിയുടെ കുശിനിക്കാരൻ അടുക്കളയിൽ ആ തരത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ. എന്താണ് ഇവരെഴുതി കൊടുക്കുന്നതല്ലേ ഒന്ന് വായിക്കുന്നത്? സോണിയാമ്മച്ചിയും 2 പിള്ളേരും മരുമോനും കൂടെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നു. അതാണ് പിന്നീട് അങ്ങോട്ട് വന്ന് പറയുന്നത്. അല്ലാതെ എന്താണ്? തരൂരിനെ പോലുള്ള ഒരാളെ കൊണ്ടുവരത്തില്ല. തരൂരിനെ ഇവരിനി അങ്ങോട്ട് മുമ്പോട്ട് പോകത്തില്ല. തരൂരങ്ങ് സ്വയം അങ്ങ് പോകട്ടെ എന്നാണ് ഇവരിപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തരൂർ ഇപ്പൊ കഴിഞ്ഞ ദിവസം അന്ന് തന്നെ വന്ന് ഒരു വെടിവെട്ടിച്ചിട്ട് പോയി. എന്താണ് അതിനിപ്പം ഹൈക്കമാൻഡ് പറയുന്നത്? ഇങ്ങനെ നേതൃത്വവുമായിട്ട് പിണക്കമുണ്ട്, അല്ലെ നേതൃത്വവുമായിട്ട് ഇങ്ങനെ അസ്വാരസ്യമുണ്ട് എന്നുള്ളത് പബ്ലിക്കായിട്ട് പറഞ്ഞതില് ഹൈക്കമാൻഡിന് ഒരു ചെറിയ, ഇവർ തരൂരിനെ നിലമ്പൂരിൽ കൊണ്ടുപോകണമായിരുന്നു. ഈ സ്വരാജിന് പേര് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ 40 പേരുടെ പേരുണ്ട്. സ്വരാജിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു, അറിയാമോ? അത് ഉപയോഗിച്ചില്ല. ഈ സ്വരാജ് MA ബേബിയും കൂടെ ഒക്കെ പറഞ്ഞ എന്താണ്? ഒരു ഭീകര ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ മേൽ യുദ്ധം പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർക്ക് കോൺഗ്രസിന് അബദ്ധത്തിന്റെ ഒരു നീണ്ട നിര തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തരൂരിന്റെ കാര്യത്തിൽ അവർ എല്ലാ തരത്തിലും വെട്ടിലായിരിക്കുക.